പൂനെയിൽ 17-കാരൻ മദ്യപിച്ച് വാഹനമോടിച്ച് 2 പേരെ കൊന്ന കേസിൽ പ്രതിഷേധം കനക്കുന്നു. പ്രതി ഇന്ന് വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായി. ദുർബല വ്യവസ്ഥകൾ ചുമത്തി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസിന്റെ ആവശ്യത്തെ തുടർന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ഹാജരാകാൻ നോട്ടീസ് അയച്ചത്. പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ 17-കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന പരിശോധനാഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പ്രതി പബ്ബിലിരുന്ന് മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണല്ലോ വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ പ്രതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? പാവപ്പെട്ടവരിനും പണക്കാരനും ഏത് തരത്തിലാണ് നമ്മുടെ നാട്ടിൽ നീതി നടപ്പാക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട്. ആ ചോദ്യം ഉയർത്തുന്നവർക്ക് ഒരു ക്ലാസിക് എക്സാമ്പിളായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു കേസായി മാറുകയാണ് പൂനെയിലെ ഈ അപകട മരണം. ഈ പ്രതി 17-കാരനാണ്. അയാൾ 12ാം ക്ലാസ്സിലെ പരീക്ഷാ ഫലം വന്നത് ആഘോഷിക്കാൻ വേണ്ടി ഒരു പബ്ബിൽ പോകുന്നു. അവിടെ നിന്ന് മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവിടെ അച്ഛൻ്റെ വില കൂടിയ ആഡംബര പോർഷെ കാർ ഉണ്ടായിരുന്നു. ആ കാർ എടുത്ത് പോകുന്നു. അമിത വേഗത്തിൽ പോയി 2 പേരെ ഇടിച്ച് തെറിപ്പിച്ച് അവരെ കൊല്ലുന്ന ഒരു സാഹചര്യം. എന്നാൽ ഈ പ്രതിക്ക് 15 മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യം ലഭിക്കുന്നു. ഇയാൾ 17-കാരനാണ്, പ്രായപൂർത്തിയായിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ മദ്യം കിട്ടി എന്നതടക്കമുള്ള ചോദ്യമുണ്ട്. രജിസ്ട്രേഷൻ പോലും കഴിയാത്ത ഒരു കാറിലാണ് ഇയാൾ പോയത്. അങ്ങനെ പല തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ 15 മണിക്കൂറിനകം ഇയാൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജാമ്യം നൽകുന്നു. അതിലെ ജാമ്യ വ്യവസ്ഥകൾ നേരത്തെ വലിയ തരത്തിൽ ചർച്ച ചെയ്തതാണ്. 300 വാക്കുകളുള്ള ഒരു ഉപന്യാസം ഈ അപകട മരണങ്ങളെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറയുന്നു. 15 ദിവസം പോലീസിനെ സഹായിക്കാൻ വേണ്ടി പറയുന്നു. ട്രാഫിക്കിൽ ഇയാൾക്ക് മദ്യാസക്തി കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകി, കൗൺസിലിംഗ് നൽകി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ജാമ്യം നൽകി. ഏതായാലും ഇതിനെതിരെ വലിയ രോക്ഷം പൊതുവെ ഉയർന്നു വന്നു. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള സംസ്ഥാനത്തെ മന്ത്രിമാർ തന്നെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. പോലീസ് ഈ ജാമ്യം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ സമീപിച്ചിരുന്നു. അങ്ങനെ ജസ്റ്റിസ് ബോർഡ് ഒരു നോട്ടീസ് നൽകിയതിന് പ്രകാരം ഇപ്പോൾ പ്രതി വീണ്ടും ഹാജരായിട്ടുണ്ട്. ഒരുപക്ഷേ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രതിയുടെ അച്ഛനടക്കം ഈ ബാർ ഉടമയടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരായ നിയമ നടപടി തുടരുന്നു. അവർ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് താനും. ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള നടപടികളിൽ ഇതുവരെ ഉണ്ടായ തരത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായില്ലെന്ന് പോലീസ് ആണയിടുന്നുണ്ട്. ഈ പ്രതിയെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് ഒരു വിധി പറഞ്ഞ, അങ്ങനെ റിപ്പോർട്ട് നൽകിയ ഡോക്ടർ അടക്കമുള്ള ആളുകൾ സംശയത്തിൻ്റെ നിഴലിലായിട്ടുണ്ട്. കാരണം ഈ പ്രതി പബ്ബിനുള്ളിൽ ഇരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു ബിൽഡറുടെ മകൻ ഇത്തരത്തിൽ വലിയൊരു ആഡംബര കാറിൽ വന്ന് മദ്യപിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ 2 പേർ കൊല്ലപ്പെട്ട കേസിൽ വളരെ അവിശ്വസനീയം വിധം പോലീസിൻ്റെ വീഴ്ചകൾ, പോലീസിൻ്റെ ഒത്തുകളിയൊക്കെ പുറത്തു വന്നൊരു സംഭവമാണ്. ഏതായാലും വലിയ രോഷമുണ്ടാകുമ്പോൾ തിടുക്കപ്പിടിച്ചുള്ള നടപടികൾ ഉണ്ടാകുന്നു. കേസ് വളരെ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് ഇപ്പോൾ ആണയിടുന്നുണ്ട്. ശരി, എന്നാലും 17-കാരൻ ഓടിച്ച ആഡംബര കാർ ഇടിച്ച് 2 IT ജീവനക്കാരാണ് മരിച്ചത്. അതിനുശേഷമാണ് പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിന് ശേഷമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് അയക്കുകയായിരുന്നു. വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും നൽകിയത്.